2026 എൻട്രൻസ് എക്സാമിനേഷൻ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സൂൺ ആഫ്റ്റർ യുവർ ബോർഡ് എക്സാമിനേഷൻ. സോ ക്ലാസ്സുകളിൽ ഓഫ് കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് യു ഷുഡ് ഡു, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ക്ലാസ്സുകൾക്ക് ശേഷം നമ്മൾ കീമിന്റെ പ്രിപ്പറേഷൻ കുറെ കൂടി നന്നാക്കി എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ലൈക്ക് വാട്ട് ആർ ദി ഗൈഡ് ലൈൻസ്, ഹൗ ടു പ്രാക്ടീസ്, വാട്ട് ഷുഡ് ബി പ്രാക്ടീസ്ഡ് എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉള്ള കുട്ടികൾ ഉണ്ടാവും. അവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നത്തിങ് ബട്ട് സൈലത്തിന്റെ കീം ക്രാഷ് കോഴ്സ് മെറ്റീരിയൽ ആണ്. സോ ഈ മെറ്റീരിയൽ നമുക്ക് 3 സബ്ജക്റ്റുകളാണ് കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഉള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമെറ്റിക്സ്. സോ അതിലുള്ള വെയിറ്റേജും ഡിഫറെന്റ് ആണ്. 2:3:5 എന്ന റേഷ്യോയിലാണ് കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമെറ്റിക്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉള്ളത്. സോ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കെമിസ്ട്രിയിൽ നിന്ന് 30 ചോദ്യങ്ങളാണ്, ഫിസിക്സിൽ 45, മാത്സിൽ 75 ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാവുക. സോ ഓഫ് കോഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മാത്സ് എന്നാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ മാർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് മാത്സ് എന്നാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ദർ ക്യാൻ ബി എൻ ഇംബാലൻസ്. ഏതിലാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എത്ര ചോദ്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും. സോ ഈ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻസിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ മെറ്റീരിയലിന്റെ വലിപ്പം തന്നെ കാണാം. കെമിസ്ട്രിയിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം റിലേറ്റീവ്ലി കുറവാണ്. ആൻഡ് ദിസ് ഈസ് PYQ സീരീസ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കീമിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്. ആൻഡ് ദാറ്റ് ഗിവ്സ് യു ആൻ ഐഡിയ ഏത് മോഡൽ ചോദ്യങ്ങളാണ് കീമിന് ചോദിക്കുന്നത്, ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ആൻഡ് ഏത് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് എന്നുള്ളതല്ല, പക്ഷേ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ചിരിക്കുന്നത്, എത്രമാത്രം ലെങ്തി ആണ് ചോദ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി ടൈം ബൗണ്ടഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ടൈം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഒന്ന്, ക്വസ്റ്റ്യൻസ് കീം നിലവാരത്തിലാവണമെന്ന് നിർബന്ധമില്ല. 2, ക്വസ്റ്റ്യൻസ് കീമിൽ ചോദിക്കുന്ന പാറ്റേണിൽ ചോദിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ മെറ്റീരിയൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. കെമിസ്ട്രിയുടെ ബുക്ക് നമുക്ക് നോക്കാം. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം അതിലുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് കാണാം. അതിലുള്ള ചാപ്റ്റേഴ്സിന്റെ അനാലിസിസ് ഉണ്ടാകും. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അതിൽ കാണിക്കും. സോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അൺലൈക്ക് അതർ എൻട്രൻസ് എക്സാമിനേഷൻ, ചില ടോപ്പിക്കുകളിൽ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസിലേക്ക് പോകുമ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്നുള്ളൊരു ഭാഗം കെമിസ്ട്രിയിൽ നിന്ന്, അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി എന്നുള്ള ഭാഗമുണ്ട്. പക്ഷെ കീം എൻട്രൻസ് എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോർഷൻ നിങ്ങൾക്കില്ല. അതാ പറഞ്ഞത്, എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏത് എൻട്രൻസ് എക്സാമിനേഷൻ ആണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ ഫോക്കസ് ചെയ്ത് അതിന്റെ സിലബസ് ബേസ്ഡ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യണം. സോ ലെറ്റ് us take the first chapter which is some basic concepts in chemistry. ഈ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന, കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് പല ഷിഫ്റ്റുകളായിട്ട് നടക്കുന്ന CBT എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരേ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളുടെ രീതി നിങ്ങൾ ഇവിടെ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും സിമിലർ ആണ്. പല ഷിഫ്റ്റുകളിൽ ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ ടോപ്പിക് എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അങ്ങനെ അത് ചെയ്തു നോക്കണം. എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മാത്തമെറ്റിക്കൽ സ്കില്ലിന് എന്തുമാത്രം സമയം എടുക്കുന്നു എന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇയർ വൈസ് ആയിട്ട് ലേറ്റസ്റ്റിൽ നിന്ന് തുടങ്ങി ഇയർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാം. അതിന്റെ ആൻസർ കീ വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ മെറ്റീരിയലിൽ കാണുന്നത്, വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ഫോർ എ കീം ആസ്പിരന്റ്. അങ്ങനെ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മുടെ ലൈവ് സെഷൻസിൽ ടീച്ചേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഷുഡ് ബി ദ മെറ്റീരിയൽ. നമുക്ക് സെൽഫ് അനാലിസിസ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ചാപ്റ്റർ വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഈ സീരീസ് തന്നെയാണ്. ആൻഡ് ദ സെയിം ആപ്ലിക്കബിൾ ഫോർ ഫിസിക്സ് ആസ് വെൽ. ഫിസിക്സിലേക്ക് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. കാരണം ഫിസിക്സിന്റെ വെയിറ്റേജ് കൂടുതലാണ്. നിങ്ങൾ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നോക്കുമ്പോൾ ഒരേ ടൈപ്പ്, ഇപ്പം യൂണിറ്റ്സും അതുപോലെ ഡയമെൻഷൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആ ഏരിയ ക്ലിയർ ആവുകയും, ആൻഡ് യെസ്, ആ ഏരിയയിൽ നിന്ന് തന്നെ നമ്മുടെ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്സിനെ ഒരിക്കലും നിങ്ങൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. കാരണം 75 ക്വസ്റ്റ്യൻസ് ആണ് മാത്തമെറ്റിക്സിൽ നിന്ന് നമുക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജും നമ്മുടെ റാങ്കും മാർക്കൊക്കെ ഡിസൈഡ് ചെയ്യുന്ന വലിയൊരു ഭാഗം മാത്സ് തന്നെയായിരിക്കും. മാത്സിൽ ഇപ്പോൾ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ഫസ്റ്റ് ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ 2025 മാത്രമായിട്ട് നമുക്ക് 29 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും ടോട്ടൽ ഷിഫ്റ്റിൽ. അപ്പൊ ആവറേജ് നിങ്ങൾ നോക്കിയാൽ മാത്സിൽ ഒരു 21 ചാപ്റ്റേഴ്സിലായിട്ട് ആവറേജ് 3 to 5 ക്വസ്റ്റ്യൻസ് വരെ ഒരു ചാപ്റ്ററിന് വരുന്നുണ്ട്. അപ്പോൾ വളരെ വെയിറ്റേജ് കൂടിയിരിക്കുന്ന സബ്ജക്റ്റ് ആണ് മാത്തമെറ്റിക്സ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ മാറും. കാരണം NCERT മൊത്തത്തിൽ ചെയ്യാനുള്ള സമയമില്ല. ഏറ്റവും റെലവെന്റ് ആയിരിക്കുന്നത് നമുക്ക് ചെയ്യണം എന്നൊക്കെ
നമുക്ക് താല്പര്യങ്ങളുണ്ട്. സോ അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മെറ്റീരിയൽസ് ആയിരിക്കും. സോ ദിസ് ഈസ് ഹൗ എ കീം ആസ്പിരന്റ് ഷുഡ് പ്രിപ്പയർ ഫോർ ദ കീം എൻട്രൻസ് എക്സാമിനേഷൻ. ആസ് യു നോ, നമ്മുടെ കയ്യിലുള്ള ടൈം വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് വളരെ വാസ്റ്റ് ആയിരിക്കുന്ന ബുക്സ് അല്ലെങ്കിൽ വളരെ റാൻഡം ആയിട്ട് പല പല ബുക്സുകൾ റെഫർ ചെയ്യുന്നത് ഒട്ടും ബുദ്ധിയല്ല. യു ഹാവ് ടു സ്റ്റിക്ക് ടു വൺ പെർട്ടിക്കുലർ മെറ്റീരിയൽ. പിന്നെ ഈ മെറ്റീരിയൽസിൽ ക്ലാസ്സിലുള്ള നോട്ട്സ് നമുക്ക് എന്തായാലും റെഫർ ചെയ്യാം. ബിക്കോസ് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ മെജോറിറ്റി ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളും അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ആൻഡ് ആഫ്റ്റർ ദി ക്ലാസ് വി ഷുഡ് ഫോളോ ദിസ് മെറ്റീരിയൽ ആൻഡ് ഡു ദിസ് മെറ്റീരിയൽ. ഇതാണ് കീം 2026 നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി. സോ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി നമുക്ക് അടിപൊളിയായി പ്രിപ്പയർ ചെയ്യാം. അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സീറ്റുകളെല്ലാം ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഉടനെ അഡ്മിഷൻ എടുക്കുക. സി യു ഓൾ ദി ബെസ്റ്റ്.